ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം രണ്ടാം സ്കന്ധം 4-ാം അധ്യായം. ഓം. നമ്മൾ രണ്ടാം സ്കന്ധത്തിൽ 159 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ഈ 4-ാമത്തെ അധ്യായത്തിൽ 69 ശ്ലോകങ്ങളിലായിട്ട് അഷ്ടവസുക്കൾ ജന്മം കൊള്ളുന്നത് പറയണം. ശന്തനു ഗംഗാദേവിയെ വിവാഹം കഴിക്കുന്നതും അതിൽ 8 പുത്രന്മാരുണ്ടാവുന്നതും 7 പേരെ ആദ്യമേ തന്നെ ഗംഗയിൽ എറിഞ്ഞ് മുക്തി കൊടുക്കുന്നതും, ശന്തനു മഹാരാജാവ് 8ാമത്തെ പുത്രനെ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ തരാമെന്ന് പറയുകയും വിവാഹ വ്യവസ്ഥിതി പ്രകാരം ഗംഗ ഉണ്ണിയെയും കൊണ്ട് പോകുന്നു. പിന്നെ ഉണ്ണിയെ ബൃഹസ്പതിയിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുത്ത് ഈ ഗംഗാദത്തനെ ശന്തനുവിൻ്റെ പുത്രനായിട്ടുള്ള ഭീഷ്മരെ ശന്തനുവിനെ തിരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള രംഗം അത് നമുക്ക് കേൾക്കാം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം. സൂതൻ. പ്രദീപൻ വിണ്ണണഞ്ഞപ്പോൾ സത്യവിക്രമി ശന്തനു പുലിമാൻ ഇവയെ കൊല്ലാൻ കൊതി പൂണ്ടിതു വേട്ടയിൽ. ഗംഗാതീരത്തെഴും ഘോരവനത്തിലൊരു നാളിവൻ ഗംഗാതീരത്തെഴും ഘോരവനത്തിൽ ഒരു നാളവൻ ചരിക്കെ കണ്ടു മാൻ കണ്ണി ഭൂഷിതാംഗി ഒരുത്തിയെ. രൂപയൗവന സമ്പത്താൽ ശ്രീലക്ഷ്മി തുല്യയാമിവൾ ശുഭാംഗി അച്ഛൻ ചൊന്നോൾ താൻ നൃപനാണ്ടിതു ചിന്തയിൽ. കണ്ണാൻ മുഖത്താരു നുകർന്നേതും അതിയഴാതെയായി ഉള്ളം നിറഞ്ഞു രോമാഞ്ചം കാണായി വെളിയിലും സദാ. അപ്പോൾ ശന്തനു ഇവിടെ ഗംഗയെ കണ്ടു. അപ്പോൾ പൂർവ്വജന്മ ഒരു വാസനയുണ്ടാവും. അത് ജ്ഞാനം കിട്ടിയിട്ടില്ല, വാസനയുണ്ടാവും. അങ്ങനെ ആ ഗംഗയെ കണ്ടു കഴിഞ്ഞപ്പോൾ താല്പര്യമുണ്ടായി. ഗംഗയും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ വേഷം കെട്ടി വന്നത് എന്ന് സാരം. മഹാഭിഷന്താനെന്നുള്ളിൽ പ്രേമം വാച്ചവരാനന പുഞ്ചിരി ഉതിർത്തം കൊണ്ടണഞ്ഞാൽ നൃപസന്നിധി. മൈ കണ്ണാളെ കണ്ടു പാരം പ്രീതമാനസനായ നൃപൻ ചൊന്നാൻ മധുരമായേവം പതുക്കെ ശ്ലക്ഷ്ണ സുന്ദരം. ദേവിയോ നീ മാനുഷിയോ യക്ഷിയോ നാഗകന്യയോ വാമോരോ നീ അപ്സരസോ ചൊൽക ഗന്ധർവിയോ ശുഭേ. ആരാകിലും വരാരോഹേ നിന്റെ വാഴ്ക നീ എൻ്റെ പത്നിയായി പ്രേമ പുഞ്ചിരി തൂകുന്ന നീ എൻ മഹിഷിയാവുക. സൂതൻ. ഗംഗയാണ് അവളെന്നൊന്നും അറിയുന്നില്ല ശന്തനു മഹാഭിഷൻ ഭൂപനെന്നായി. പക്ഷേ ഗംഗയറിഞ്ഞിടും. അപ്പോൾ ഒന്ന് ദേവതയാണ്, മറ്റത് മനുഷ്യരൂപത്തിലാണ്. മറവി ബാധിച്ചിട്ടുണ്ട് എന്ന് സാരം, മറ്റില്ല. മുമ്പത്തെ പ്രേമബന്ധത്താൽ നൃപവാക്യം ശ്രവിക്കവേ ചൊന്നാൾ പുഞ്ചിരി വർഷിച്ചും കൊണ്ടേവം നൃപനോടവൾ പ്രദീപസുതനാണങ്ങെന്നറിയും ഞാൻ നൃപാധിപ ഏതു നാരി കൊതിപ്പീല ഭാവിയോർത്തൊത്ത കാന്തനെ. സഖ്യം ചെയ്യുകിലേ ഭൂപാപതിയെ സ്വീകരിച്ചിടൂ കേട്ടാലുമെൻ വ്രതം പിന്നെ വരിപ്പൻ കാന്തനായി ഞാൻ. നല്ലതോ ചീത്തയോ ഞാൻ എന്തെന്തു ചെയ്തെന്നിരിക്കലും തടുത്തിടരുത് ഓതാനും പാടില്ല അപ്രിയം ഒന്നുമേ. എൻ്റെ വാക്കിൻ പേടിക്കങ്ങ് എൻ്റെ വാക്കിൻ പടിക്കങ്ങുന്നെന്ന് ചെയ്യാതിരിക്കുമോ അന്ന് വിട്ടുഗമിക്കും ഞാൻ ആര്യപുത്ര യഥാരുചി. ഇപ്പോൾ വ്യവസ്ഥ അവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല അച്ഛാ, എൻ്റെ വാക്കിന് വിപരീതം പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഒഴിവായി പോവും. ആയിക്കോട്ടെ, എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം. വസുക്കളുടെ ജന്മ അഭ്യർത്ഥനയും പിന്നെ അവിധം മഹാഭിഷേക പ്രേമവായ്പും ഓർമ്മിച്ചും കൊണ്ടു തന്നെയാൾ വരിച്ചാൽ പതിയാവാമെന്നോദിയ നൃപാലനെ. ഏവം വരിച്ചാൻ ഭൂപാലൻ മർത്യരൂപിണി ഗംഗയെ രാജമന്ദിരം ഉൾപ്പൂക്കാൾ സൗഭാഗ്യപ്പൊന്തിടമ്പവൾ. അന്തപുരോദ്യാന ഭൂവിൽ ക്രീഡിച്ചാൻ ഗംഗയൊത്തവൻ രമിപ്പിച്ചാൻ ഭൂപനെ ഭാവജ്ഞയാമാ വരാംഗിയും ഇന്ദ്രനും ശചിയും പോലെ മാൻ കണ്ണാളും നൃപാലനും. ക്രീഡിച്ചറിഞ്ഞതേയില്ല ഭൂപന ആണ്ടുകൾ പോയതും അവളോ ഗുണസർവസ്വ നൃപൻ കാമവിചക്ഷണൻ. വിഷ്ണുവും രമയും പോലെ രമിച്ചാരവരങ്ങനെ കാലമൊട്ടു കഴിഞ്ഞപ്പോൾ ഗർഭം പൂണ്ടു വരാംഗിയാൾ. വസുവാം പുത്രനെ പെറ്റു കരിമീൻ കണ്ണിയാം അവൾ എറിഞ്ഞാൽ നേരിൽ അവനെ പെറ്റപാടവൾ അങ്ങനെ. 2, 3, 4, 5, 6, 7 തനൂജനം ഹനിക്കപ്പെട്ടതായി കണ്ടു നൃപനുണ്ടായി വൃഥാഭരം. എന്തു ചെയ്യട്ടെ ഞാൻ വംശം നിലനിർത്തുവതെങ്ങനെ. മക്കളെ 7 കൊന്നിതാ മക്കളെ 7 കൊന്നിതി പാപം ഉടൽ പൂണ്ടവൾ. അത് ഈ ശന്തനുവിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. 7 കുട്ടികളെയും ഓരോ വർഷത്തിൽ പ്രസവിച്ചു. 7 ആളെയും ഗംഗയിലിട്ട് കൊന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊല്ലണമെന്നുള്ള അറിയില്ലല്ലോ. ഗംഗയ്ക്ക് അറിയും ചെയ്യാം, ശന്തനുവിന് അറിയില്ല.
തടുത്തെന്നാൽ പോകും ഇവൾ എന്നെന്നും വിട്ടു നിശ്ചയം. എന്നിച്ഛ പോലിവൾ കെട്ടാമത്തെ ഗർഭവും ഇങ്ങിതാ തടുത്തില്ലെങ്കിലോ നൂനം ഇതും നീരിലെറിഞ്ഞിടും. ഉണ്ടാമില്ലെന്നുമാം പിന്നീടൊക്കെയും സംശയാസ്പദം. ഉണ്ടാകിൽ തന്നെ ഈ ദുഷ്ട കൊല്ലുമോ കാത്തു പോറ്റുമോ? സംശയാസ്പദമാം കാര്യത്തിങ്കൽ ഇന്നെന്തു ചെയ്യൂ ഞാൻ? വംശം രക്ഷിക്കുവാൻ യത്നം ചെയ്വതേ പരമോത്തമം. തക്ക കാലത്ത് അഷ്ടമനാം വസുവുണ്ടായി പുത്രനായി. അവനത്രേ സ്ത്രീജിതനായി കട്ടതാ മുനിഗോവിനെ കട്ടത് ഈ ദിയോവാണ്. ആ പുത്രനെ കണ്ട് അവൾ തൻ കാൽക്കൽ വീണോതി ശന്തനു. നദാങ്കി നിന്ത് അസനിവൻ കെഞ്ചുന്നേൻ ഞാൻ ശുചിസ്മിതേ. ഒരു പുത്രനെ രക്ഷിപ്പൻ കാത്തുകൊണ്ടാലും എന്നെ നീ കരഭോരു ഹനിച്ചല്ലോ നല്ലതാമേഴു മക്കളെ. കാത്താലും എട്ടാമനെ നീ കാൽ പിടിക്കാം നിതമ്പിനി. എന്തെന്തർത്ഥിക്കലും നൽകാം എത്ര ദുർലഭമെങ്കിലും. ഇന്നൻ വംശത്തെ നീ രക്ഷിക്കണം പരമശോഭനെ. വേദജ്ഞരോതുന്നു പുത്രനില്ലാത്തോനില്ല നാഗവും. ശ്രീ മഹാദേവിയെ നമാർത്ഥിപ്പൂ ഞാൻ ഇന്നതിനാൽ എട്ടാമത്തോനെ എങ്കിലും എന്നോതിയിട്ടും കുട്ടിയെയും കൊണ്ടുപോകാനിറങ്ങവേ ഏറും സന്താപമൊത്തേവം ചൊന്നാൻ കുപിതനായി നൃപൻ. പാപിഷ്ടേ ചെയ്വതെന്തി ഞാനില്ലേ നരകഭീതിയും. ഏതു പാപികൾ തൻ പുത്രിയാണ് പാപിനിയായ നീ. പോകാം നിൽക്കാം യഥേഷ്ടം തേ നിൽക്കട്ടെ പുത്രനിങ്ങുമേ. പാപേ വംശം മുടിക്കുന്ന നിന്നെ കൊണ്ടെന്തുവാൻ ഫലം. നൃപനേവം കഥിക്കേ തൻ കൊച്ചിനെയും എടുത്തുടൻ നടക്കും. ആ ഗംഗയേവം ഉരച്ചാളൊട്ടുരുഷ്ടയായി കാട്ടിൽ പോയി ഇവനെ പുത്ര സ്നേഹത്തോടും വളർത്തുവൻ. കാലമായി പോയിടുന്നേൻ ഞാൻ തെറ്റിച്ചു ശപഥം ഭവാൻ. ദേവകാര്യത്തിനായി പോന്ന ഗംഗയാണിവൾ കേൾക്ക നീ. പണ്ട് ദിവ്യശ്രീ വസിഷ്ഠൻ മർത്യയോനിയിൽ വാഴുവാൻ വസുക്കളെ ശപിച്ചാൻ അവണ്ണം ആധിയോടായവർ. ഹരേ എന്നെ കണ്ടിട്ട് അപേക്ഷിച്ചാൽ അമ്മയാവുക ഇവർക്കു നീ. അവർക്ക് വരവ് നൽകി പത്നിയായി തേ നൃപോത്തമ. പിറന്നു ഞാൻ ദേവകാര്യ സിദ്ധിക്കെന്നു ധരിക്ക നീ. വസുക്കൾ നിന്നെ 7 മക്കൾ ഋഷി ശാപവിമുക്തരായി. കുറെ കാലം ഇവൻ നിന്റെ മകനായി ഇങ്ങിരുന്നിടും. ഗംഗാദത്തൻ പുത്രൻ ഇവൻ തന്നെ കൈക്കൊള്ളുക ശന്തനോ. വസുവാണിവനെന്നോർത്ത് പുത്രസൗഖ്യം ഭുജിക്ക നീ. അപ്പോൾ ഇത്രയും അങ്ങയെ ഞാൻ ദ്രോഹിച്ചത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല. എനിക്ക് അങ്ങയെ വളരെ ഇഷ്ടമാണ്. അങ്ങയുടെ എല്ലാ സുഖത്തെയും ഞാൻ എനിക്ക് കഴിയാവുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. ഈ പുത്രന്മാർ അഷ്ടവസുക്കൾ വസിഷ്ഠനാൽ ഇവിടെ പൂജാതരായതാണ്. അവർക്ക് മുക്തി കൊടുക്കുക എന്നത് എൻ്റെ ഉദ്ദേശ്യമാണ്. ദേവത എന്ന നിലയ്ക്ക് ഞാനിവിടെ വന്നത്, മനുഷ്യ സ്ത്രീയായിട്ട് വന്നത് ഈ കാര്യം നടത്താനാണ്. അത് ഞാൻ നടത്തി. അതിൽ അങ്ങയ്ക്കോ എനിക്കോ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അതിനൊരു പാപമോ ഇല്ല. അങ്ങോട്ടും ഭയക്കേണ്ട. ഈ ഉണ്ണിയെ ഞാൻ അങ്ങേക്ക് തരാം. കുറേ കാലം അങ്ങയുടെ കൂടെ ഉണ്ടാവും. ഇത് ദേവനാണ്, അഷ്ടവസുക്കളിൽ ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇദ്ദേഹത്തിനെ ഈ പുത്രനായിട്ട് മാത്രമല്ല ദേവതയായിട്ടും കൂടി കാണണം. അങ്ങനെ പുത്രസൗഖ്യത്തെ നന്നായിട്ട് തന്നെ സുഖിച്ചോളും. എനിക്ക് പോകാതിരിക്കാൻ നിവർത്തിയില്ല, ഞാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഗംഗ പോയത് എന്ന് സാരം. ശ്രീ മഹാദേവിയെ നമ. ഗാംഗേയൻ ഇവൻ അത്യന്ത ബലവാനായി ഭവിച്ചിടം. കൊണ്ടുപോകും ഇന്നിവനെ ഞാൻ, നീ എന്നെ സ്വീകരിച്ചിടം. വളർത്തി യൗവനം വന്നാൽ നൽകുവൻ ഞാൻ മഹീപതേ. അമ്മ കൈവിട്ടോരാ പുത്രൻ ജീവിക്കാ സുഖിയായി വരാം. നമ്മൾ പലപ്പോഴും കാണാം 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും അമ്മയിൽ നിന്നും വേർപെട്ടു പോകാൻ പാടില്ല. എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവണം. കാരണം ഈശ്വരഭാവത്തിൽ കാണേണ്ടതായിട്ടുള്ള ഈ കുട്ടികൾക്ക് ഇവിടെ ശിശുത്വം ഉണ്ടായതുകൊണ്ട് ഒരേ ഒരു ആശ്രയം മാതാവാണ്. ആ മാതാവിൽ നിന്ന് കുഞ്ഞിനെ 1 വയസ്സിൻ്റെ മുന്നേ ഒക്കെ നമ്മൾ വേർപെട്ടെന്ന് കാണാം. 2.5 വയസ്സായ കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കും. അപ്പോൾ അതൊക്കെ സ്വതേ ആ കുഞ്ഞിൽ ശിശുത്വം ഉണ്ട്. അവിടെ ഈശ്വരഭാവത്തിലാണ്. ആ കുഞ്ഞിൽ വല്ലാത്തൊരു വിരോധം ഈ പ്രപഞ്ചത്തോട് മൊത്തം വരും. ആദ്യം അമ്മയോട് വരും, പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ വരും. അത് ഈ സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കുക തന്നെ ചെയ്യും. കുട്ടിക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് 5 വയസ്സ് വരെ കൊടുക്കുക തന്നെ വേണം, എത്ര ത്യാഗം സഹിച്ചാലും ശരി. ആ സമയത്ത് ആ കുട്ടിക്ക് അറിയില്ല ഗുണം എന്താ ദോഷം എന്താ അറിയില്ല. അപ്പോൾ ആ ഗുണദോഷത്തെ നമ്മൾ കത്തി എടുക്കുകയാണെന്ന് വെച്ചാൽ കത്തി കൊണ്ട് മുറിയരുത്. കത്തി എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുക ആ രീതിയിൽ വാങ്ങണ്ടെന്ന് പറയല്ല. പക്ഷേ അതിനെ ശുണ്ഠിയെടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ പീഡിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അതിൻ്റേതായ ചില സമ്പ്രദായങ്ങളുണ്ട് സാത്വിക ഭാവത്തിൽ. ആ രീതിയിൽ അതിനെ രക്ഷിച്ചു കൊള്ളുക, പരിപാലിച്ചു കൊള്ളുക.
അത് നമ്മൾ സഹിക്കണം, അത് നമ്മുടെ പ്രാരബ്ധ. അപ്പോൾ ഇവിടെ ജോലിയുണ്ട്, നോക്കാൻ ആളില്ല, അപ്പോൾ അടുത്ത കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കി. അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ താഴെ 5 വയസ്സിന് ശേഷമേ അടുത്ത ഉണ്ണി ഉണ്ടാകാവൂ, ഇങ്ങനെയൊക്കെ നിയമമുണ്ട്. അതൊന്നും പാലിക്കപ്പെടാറില്ല. അങ്ങനെ പാലിക്കപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് കിട്ടിയാൽ മാത്രമേ ഈ മനുഷ്യജന്മം സഫലമായിട്ട് തീരുള്ളൂ. എന്നിട്ടും സഫലമാവാത്തവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും സഫലമാവാത്തവരുണ്ട്. ഇപ്പോൾ വിധി അങ്ങനെയാണ്, അവൻ മാർഗമില്ല. ഇന്ന് നമ്മൾ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്, ഒക്കെ വിപരീതമായിട്ടാണ്. അപ്പോൾ ഇവിടെ ദേവഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു, അമ്മ കൈവിട്ടോരാ പുത്രൻ ജീവിക്കുക സുഖിയായി വരാം. അപ്പോൾ അവന് സുഖം ഉണ്ടാവില്ല വെച്ചാലോ അവൻ ബാക്കിയുള്ളവരൊക്കെ ദ്രോഹിക്കില്ലേ? അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. ഇവിടെ ഗംഗ കൊണ്ടുപോയി പുത്രൻ എന്ന നിലയ്ക്ക്, എന്നിട്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു ബൃഹസ്പതിയെ കൊണ്ട്, എന്നിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ടും ഇവിടെ വന്നപ്പോൾ എന്തുണ്ടായത്? ഈ ഭൗതികത അത്ര മോശമാണ്. അവിടെ കളവാണ് ചെയ്തതേ. അപ്പോൾ ആ കളവ് ചെയ്തത് കൊണ്ട് അത് എന്തിനാ കട്ടത്? പശുവിനെ കട്ടത്. തനിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഭാവം മുഴുവൻ എവിടെയും അനുഭവിച്ചു. തനിക്ക് വേണ്ടിയിട്ടല്ല താൻ ജീവിക്കണത്. കളവായതുകൊണ്ട് ഇവിടെയും ഈ ധർമ്മത്തിനെതിരായിട്ട് ജീവിക്കേണ്ടി വന്നു, അതിനെ അനുകൂലിക്കേണ്ടി വന്നു. കർമ്മത്തിന് ഫലമുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊരു കാര്യം ഈ ജന്മത്തിൽ ചീത്ത ചെയ്തു വെച്ചാൽ ഈ ചീത്തയുടെ ഫലം ഏതൊക്കെ ജന്മത്തിൽ എങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരാമെന്നറിയില്ല. നമുക്കും ഇപ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഈ ദുഃഖ ദുരിതങ്ങളില്ലേ, അത് മുഴുവൻ നമ്മൾ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളുടെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുക എന്നത് നമുക്ക് ദുഃഖമായിട്ട് വരികയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയാറുണ്ട്. കൊളോക്കിയൽ ലാംഗ്വേജിലൊരു പഴഞ്ചൊല്ല്. അപ്പോൾ അത് എന്നാൽ നമുക്ക് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല, ഏത് ജന്മത്തിലാണ് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സസ്യത്തിനെ വെട്ടി അതിനെ മറിച്ചിട്ട് വെച്ചാൽ നമ്മളും ഒരു സസ്യമാവണം, അയാളാൽ നമ്മളും വെട്ടി വീഴ്ത്തപ്പെടും. അങ്ങനെയൊക്കെ പലതുണ്ട്. അതൊക്കെ ചിന്തിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഈ പ്രപഞ്ചം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ലീലകൾ പലതുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇത് വരണത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ പരമാവധി അന്യരെ ദ്രോഹിക്കൽ ഇല്ലാണ്ടേക്കുക, അതാണ് അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, വെച്ചാലും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് പരമാവധി ചെയ്യാവുന്നത് ഒരാളെ കൊല്ലാതിരിക്കാൻ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹിംസാപരമായിട്ടാണ് വരിക. നമുക്കറിയില്ല, അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, അറിയാതെ കണ്ട്. ശ്വാസം വലിക്കുമ്പോൾ തന്നെ എത്രയോ പ്രാണികൾ മരിക്കണം, വെള്ളം കുടിക്കുമ്പോൾ എത്രയോ പ്രാണികൾ മരിക്കണം, നമ്മൾ തീ കത്തിക്കുമ്പോൾ എത്രയോ പ്രാണികൾ മരിക്കണം. ഇതിനൊക്കെ കടമുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മളാകെ പ്രശ്നമാകുക. പഞ്ചസൂനങ്ങളിൽ അതൊക്കെ പെടേ. സ്ത്രീകളുടെ പേരിലാണ് പഞ്ചസൂനം പറയാറ്. അമ്മി ആട്ടൽ, ആയുധം, അതേപോലെ വെള്ളം കോരുക, തീ കത്തിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ പഞ്ചസൂനങ്ങളിൽ പെടും. അതാണ്, ഇതൊക്കെ നമ്മൾ സദാ ചെയ്യുന്നതാണ്. അത് ഈ 41 പാപങ്ങളിൽപ്പെട്ടതിൽ 5 എണ്ണമാണ്. അപ്പം അത് മാർഗമില്ല. ശ്രീ മഹാദേവിയെ നമ. എന്നോദിയ ഗംഗ കുഞ്ഞിനെയും കൊണ്ട് ഗമിക്കവേ ഏറും ഇണ്ടലോടും ഭൂപൻ വസിച്ചാൻ സ്വഗൃഹത്തിലും ഭാര്യ വേറിട്ടോരഴലും കഠിനം പുത്രദുഃഖവും പേറിക്കൊണ്ടേ വാണു രാജ്യം ഭരിച്ചാനം മഹീശ്വരൻ. കാലമങ്ങനെ നീണ്ടപ്പോൾ പോയ നായാട്ടിനേകത മകൻ പോത്ത് പന്നി ഇവയെ കൊന്നും കൊണ്ടാ നൃപാധിപൻ ഗംഗയാറിൻ്റെ കരയിൽ വന്നണഞ്ഞു തഥാ നൃപൻ. വെള്ളം കുറഞ്ഞ നദിയെ കണ്ട് വിസ്മിതനായി ഭൃശം കുത്തിക്കുലച്ച് വൻ ചാപം അമ്പിൻ നിരയിൽ തൂകിയും നദിതൻ കരയിൽ കണ്ടാൻ ക്രീഡിക്കും ഒരു ബാലനെ അമ്പെയ്യാനുള്ള കൈവേഗം അസാമാന്യ വിദഗ്ധത അതുല്യ വിദ്യ കന്ദർപ്പതുല്യ ലാവണ്യം എന്നിവ കണ്ട് അത്ഭുതപ്പെട്ടതല്ല അതറിഞ്ഞില്ല കുമാരനെ. ഓർമ്മിച്ചില്ല ഇവൻ എൻ പുത്രനാണ് എന്നല്ല എന്നും ആണ് അല്ല എന്നും രണ്ടും മനസ്സിലായില്ല. ഓർമ്മിച്ചില്ല ഇവൻ എൻ പുത്രനാണ് എന്ന് അല്ല എന്നും ആ നൃപൻ. അവിടെ വാക്ക് മുറിക്കുമ്പോൾ ഇതാണ്, മലയാളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കറിയാവുന്ന വാക്കുകളാണ്. ഓർമ്മിച്ചില്ല ഇവൻ എൻ പുത്രൻ ആണ് എന്ന് അല്ല എന്നും ആ നൃപൻ എന്നാണ് എഴുതിയത്. പുസ്തകം നോക്കിയിട്ട് ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓർമ്മിച്ചില്ലിവൻ എൻ പുത്രനാണെന്നല്ലെന്നും ആ നൃപൻ. ഒന്നുമില്ല, ഞാൻ എൻ്റെ സന്ധ്യത്തൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ. ശന്തനുവിന് തൻ്റെ പുത്രനാണ്, ഈ ഗംഗാപുത്രനാണ് എന്നുള്ളത് മനസ്സിലായില്ല. ആ ഉണ്ണി എന്താ ചെയ്തിരുന്നത്?
തൻ്റെ ആവനാഴിയിൽ ഒരിക്കലും തീരില്ല, അമ്പ് ആവനാഴിയിൽ തീരില്ല, അങ്ങനത്തെ ആവനാഴിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഗംഗയുടെ ഈ ഒഴുക്കിനെ തടുത്തു നിർത്തി അണ കെട്ടി എന്താ സേതു ബന്ധിച്ചു എന്നർത്ഥം. വെള്ളം ഒരു പുറത്തേക്ക് ലെവലേശം വെള്ളം കാണാനില്ല, മറ്റേ അണക്കെട്ട് പോലെ നിൽക്കുക. ഇത്ര ചെറിയ കുട്ടിയാ, 5 വയസ്സ് 6 വയസ്സായിട്ടില്ല ആ സമയത്താണ്. ഇങ്ങനെ ഒരു ഉണ്ണിയോ, ഇത് ആരാത് എന്ന് വിചാരിക്കണം. തൻ്റെ മകനാണെന്നുള്ള അറിയില്ലല്ലോ. പിന്നെ ഗംഗ വന്നിട്ട് ഇത് അങ്ങയുടെ പുത്രനാണ്, ബൃഹസ്പതി ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, ദേവനാണല്ലോ അതെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഗംഗ പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ണിയെ സ്വീകരിക്കുകയാണ്. ചോദിച്ചു സാത്ഭുതം പുണ്യശ്ലോകേ നിന്നച്ഛനാരുവാൻ, പുണ്യശ്ലോക നിന്നച്ഛനാരുവാൻ, മിണ്ടിയിൽ ഒന്നുമാ വീരൻ ശരജാലമുതിർക്കുവാൻ, മറഞ്ഞാൻ ആ ബാലൻ അങ്ങ് പിന്നെ ചിന്താർത്ഥനായി നൃപൻ, ആരിബാലൻ മത്സുതനോ ചെയ്വതെന്തെങ്ങു പോവതും, വാഴ്ത്തിനാൻ ഗംഗയെ തത്ര ഭൂപൻ ഭക്തി പുരസ്സരം, ദർശനം നൽകിനാൾ ഗംഗ പണ്ടേ പോൽ ചാരുരൂപയായി, അഴകിൻ കോടി ആ ജന്മപുത്രിയെ കണ്ടു ശന്തനു, ചൊന്നാനേവം പോയോരി കുഞ്ഞാരെ കാട്ടണമെന്നു നീ, ഗംഗ അതു നിൻ മകനാണ് 8ാം വസു, ഞാൻ പോറ്റിയോൻ നൃപ, നൽകുവൻ നിൻ കയ്യിൽ അവൻ ഗാംഗേയൻ കഠിനവ്രതൻ, നിൻ കുലത്തിൻ ഇവൻ കീർത്തി ഉണ്ടാക്കുന്നവനായി വരും, പഠിച്ചു വേദം അഖിലം ധനുർവേദവും ഇന്നിവൻ, ദിവ്യം വസിഷ്ഠാശ്രമത്തിൽ പാർത്ത് നിൻ മകനാമിവൻ, സർവവിദ്യകളും നേടി സർവാർത്ഥകുശലൻ ശുഭൻ, നിൻ ആത്മജനുണ്ട് ജാമദഗ്നി എന്നുള്ള അറിവൊക്കെയും, ജാമദഗ്നിനുള്ള അറിവൊക്കെയും പരശുരാമനുള്ള അറിവുകൾ. ജാമദഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ്റെ പുത്രൻ എന്നാണ്. ജമദഗ്നിയുടെ പുത്രൻ എന്നാണ് അർത്ഥം. പരശുരാമൻ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. നിന്നാത്മജനുണ്ട് ജാമദഗ്നിനുള്ള അറിവൊക്കെയും, കൈക്കൊള്ളുക പോക രാജേന്ദ്ര കൊണ്ടുപോയി സുഖിക്കനി എന്ന് പുത്രനെയും നൽകി മറഞ്ഞ ഗംഗ തൽക്ഷണം, നൃപാലൻ ഉറ്റമോദത്താൽ ആണ്ടാൻ പരമസൗഖ്യവും, കെട്ടിപ്പുണർന്നു മൂർധാവിൽ ചുംബിച്ചു നിജപുത്രനെ എടുത്തു കയറ്റി തേരിങ്കൽ തിരിച്ചാൻ സ്വഗൃഹം നൃപൻ, ഗജാഹ്വയം ചെന്ന് ഭൂപൻ ആഘോഷിച്ചു മഹോത്സവം, ദൈവജ്ഞനെ വിളിച്ചാശു നിശ്ചയിച്ചു മുഹൂർത്തവും വരുത്തി, മന്ത്രിമാരെയും നാട്ടുകാരെയും ആ നൃപൻ സ്ഥാപിച്ചു യൗവരാജ്യത്തിൽ, ഗംഗാദത്തൻ സ്വപുത്രനെ വാഴിച്ചു. ശ്രീ മഹാദേവ്യൈ നമഃ. 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 വാഴിച്ചു യുവരാജാവായി ഏവം ആ ഗുണപൂർണനെ, മറന്നു ഗംഗയെ കൂടി പുത്ര സൗഖ്യത്തിനാ നൃപൻ, സൂതൻ വസുക്കളെ ശപിക്കാനുണ്ടായോരാ ഹേതുവും, തഥാ ഗാംഗേയോൽപ്പത്തിയും ചൊന്നേൻ ജാഹ്നവീ ചരിതത്തെയും. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. സൂതൻ വസുക്കളെ ശപിക്കാനുണ്ടായോരാ ഹേതുവും, തഥാ ഗാംഗേയോൽപ്പത്തിയും ചൊന്നേൻ ജാഹ്നവീ ചരിതത്തെയും. ഗംഗാവതാര കഥയും വസുക്കളുടെ ജന്മവും പുണ്യം കേൾക്കുന്നോരാ മർത്യൻ ഭവിക്കും പാപമുക്തനായി. വേദോപമം പാവനമീ ഉപാഖ്യാനം മഹത്തമം വ്യാസം ചൊല്ലിക്കേട്ടവണ്ണം കഥിച്ചേൻ മുനിമുഖ്യരെ. നാനാഖ്യാനങ്ങൾ ഉൾത്തിങ്ങി 5 ലക്ഷണമൊത്തതായി ദ്വൈവായനൻ ചൊന്നു തന്ന മഹാഭാഗവതം ശുഭം. കേൾപ്പോർക്ക് പാപങ്ങളെല്ലാം പോക്കി സുഖമണപ്പതായി ശുദ്ധമാം ഇതിഹാസം ഞാൻ കഥിച്ചേൻ താപസേന്ദ്രരെ. വസുൽപത്തി എന്ന 4-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇപ്പോൾ 228 ശ്ലോകം 2-ാമത്തെ സ്കന്ധത്തിൽ പാരായണം ചെയ്തു. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാദേവ്യൈ